സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. കൃത്രിമ പല്ലു നിർമ്മാണ സ്ഥാപനത്തിന്റെ ഉടമയും ജീവനക്കാരിയും തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ സർവത്ര ദുരൂഹത തുടരുന്നു. റോയൽ ഡെന്റൽ സ്റ്റുഡിയോ ഉടമ വടക്കാഞ്ചേരി അകമല പടിഞ്ഞാറെ കുഴിക്കണ്ടത്തിൽ 32-കാരൻ ബിനു ജോയി, ജീവനക്കാരി ഗോവാവരം ബോർഡനീസ് 20-കാരി പൂജ രത്തോഡ് എന്നിവരാണ് മരിച്ചത്. ഷട്ടർ അടച്ചു ഓഫീസിനുള്ളിൽ ഇരുന്ന ഇവർ ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അവധി ദിവസമായ ഞായറാഴ്ച വൈകിട്ടോടെ ബിനുവും പൂജയും സ്ഥാപനത്തിൽ എത്തിയിരുന്നു. വൈദ്യുതി നിലച്ചതിനാൽ സ്ഥാപനത്തിനുള്ളിലായിരുന്നു ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നത്. ഷട്ടർ അകത്തുനിന്ന് അടയ്ക്കുകയും ചെയ്തിരുന്നു. ജനറേറ്ററിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് വിഷപ്പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാർബൺ മോണോക്സൈഡിൻ്റെ അംശം ശ്വാസനാളത്തിൽ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കൂ. ദുരൂഹത മാറ്റാൻ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നലെ രാവിലെ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയവരാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിനുവിൻ്റെ കാർ കെട്ടിടത്തിനു താഴെ നിർത്തിയിട്ട നിലയിലായിരുന്നു. തൃശ്ശൂരിൽ ഹോസ്റ്റലിൽ നിൽക്കുകയാണ് പൂജ. ഞായറാഴ്ച രാത്രിയായിട്ടും പൂജ തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് ഹോസ്റ്റലുകാർ പോലീസിൽ പരാതി നൽകിയത്. ബിനുവിൻ്റെ വീട്ടുകാരും അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതേസമയം മരിച്ച ബിനുവിൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിക്കുന്നത് ബന്ധുക്കളിൽ വേദന നിറയ്ക്കുകയാണ്. പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഒരു നോക്കു കാണാനാകാതെയാണ് ബിനു യാത്രയാകുന്നത്. ഡെന്റൽ ഉപകരണങ്ങളും മറ്റും പല്ല് നിർമ്മിക്കുന്ന സ്ഥാപനം അടുത്തിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. പൂജയെ കൂടാതെ വേറെയും ജീവനക്കാരുമുണ്ട്. പൂജ ഹോസ്റ്റലിൽ എത്തിയത് 5 മാസം മുൻപായിരുന്നു. മറ്റൊരു ജീവനക്കാരനെയും വിളിച്ചു സ്ഥാപനത്തിലെത്താൻ ബിനു നിർദ്ദേശിച്ചിരുന്നതായും സൂചനയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് PO റോഡിലെ സ്ഥാപനത്തിലും സ്ത്രീയെയും പുരുഷനെയും സമാന രീതിയിൽ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ബിനുവും പൂജയും അവധി ദിനത്തിൽ എന്തിന് ഓഫീസിലെത്തി എന്നതുൾപ്പെടെയുള്ള ദുരൂഹത നീക്കാൻ കരുതലോടെയുള്ള അന്വേഷണമാകും നടത്തുക. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-നും 6:45-നും ഇടയിൽ ഈ ഭാഗത്ത് വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. വൈകിട്ട് 5:15-ഓടെയാണ് സ്ഥാപനത്തിൻ്റെ ഷട്ടർ ഉയർത്തി ഇവർ ഓഫീസിലേക്ക് കയറിയത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതാണ് ദുരന്ത കാരണമെന്നാണ് പോലീസ് നിഗമനം. കേരള ഡെന്റൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് ബിനു. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്. എൻ്റർടൈൻമെൻറ് ഡെസ്ക് മലയാളി ലൈഫ്.